സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു ബെസ്റ്റ് ഫോർമേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ പ്രത്യേകതകൾ ഉണ്ട്. മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഫോർമേഷൻ നമുക്ക് രണ്ട് പ്ലെയർ സ്റ്റൈലിൽ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ഒന്ന് പൊസിഷൻ ഗെയിം ആൻഡ് ക്വിക്ക് കൗണ്ടർ, രണ്ടിലും നമുക്ക് കളിക്കാം. ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അത്രയും ടൈം പോകണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഫോളോ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഫ്രണ്ട്ലി കളിക്കാം, ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും ഏതാണ് ഫോർമേഷൻ ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഫോർമേഷൻ, നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇത് നിങ്ങൾ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോർമേഷൻ ആയിട്ട് തോന്നാം. റീസൺ ഒന്നുമില്ല, നല്ല ഹൈ പ്ലെയേഴ്സാണ്. കാർലോസ് ആണെങ്കിലും ഒഴിവാക്കാനാണെങ്കിലും പിന്നെ അറിയാത്ത കുറേ പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ കുറേ അറിയാത്ത പ്ലെയേഴ്സാണ്, അറിയുന്ന കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോർമേഷന്. 4-2-2-2 ആണ്. ഓക്കെ, ബാക്ക് പക്കയാണ്. ബാക്കിനെ ഒന്നും ചിന്തിക്കാല്ല. 2 CB, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് നോർമലായിട്ടുണ്ടല്ലോ. 4 സ്റ്റാർട്ടിങ് ആണല്ലോ, മീൻസ് ഫോർമേഷൻ 4-2-2 ആണല്ലോ. സോറി, 4-2-2-2. ഓക്കെ, ഇത് 2 DMF ആണ്. വേണമെങ്കിൽ ഒരു DMF നിങ്ങൾക്ക് CMF ആക്കി യൂസ് ആക്കാം. പിന്നെ 2 MF ആണ്. അറ്റാക്കിങ് പക്കയാണ്. 2 CF ആണ്. ഇതിലിപ്പോൾ എങ്ങനെ കളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. റീസൺ ഒന്നുമില്ല, ഞാനിട്ട പ്ലേയേഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മാക്സിമം ഒരു 5-6 പ്ലേയേഴ്സ് ഉണ്ടാവും, ബാക്കിൽ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നോർമലായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിൻ്റെ കാർഡ് എടുത്ത് പറയുകയാണെങ്കിൽ 2 CBയിൽ ഒന്ന് ഡിലൈറ്റ് ആൻഡ് ഒന്നൊരു അലബെ അല്ലെങ്കിൽ വാൻഡൈക്കോ അല്ലെങ്കിൽ മാൾഡിനോ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇടാം. ആൻഡ് റൈറ്റ് ബാക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്ലേസ് നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ അർണോൾഡ് അല്ലെങ്കിൽ കിമ്മിച്ച് പിന്നെ കഫു, ഈ 3 പ്ലേയേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ നിങ്ങളുടെ കയ്യിൽ ഡേവിസ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡാണ്. ഡബിൾ ടച്ച് ഉണ്ട്, നല്ല റണ്ണിങ് ഉണ്ട്, 99 റണ്ണിങ് ആണ്. എംബാപ്പിൻ്റെ അത്ര റണ്ണിങ് ഉണ്ട്. പിന്നെ DMFൽ എന്താ പറയുക, റോഡ്രി നിർബന്ധമാണ്. ഒന്നുമില്ല, കയറി പോയാൽ അതേമാതിരി തിരിച്ചു വരും. പിന്നെ നിന്ന് കളിക്കൂട്ടവന്, അതൊരു പ്രത്യേകതയാണ്. പിന്നെ DMF CMF നിങ്ങൾക്ക് ആരെങ്കിലും ചൂസ് ചെയ്യാം. CMF ആണെങ്കിൽ ബെല്ലിംഗാമോ അല്ലെങ്കിൽ പെഡ്രോ അങ്ങനത്തെ ആരെങ്കിലും യൂസ് ആക്കാം. പിന്നെ 2 MF ആണ്. എനിക്ക് എങ്ങനെ ശരിക്കും ഇത് റിവ്യൂ ചെയ്യാൻ അറിയില്ല. 2 പ്ലേസിലും മീൻസ് ഞാനിത് 2 പ്ലേസിലിട്ട് കളിച്ചത് നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല, എന്നാലും മീൻസ് ഫോർമേഷൻ കണ്ടില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ 2 MF ആണ്. ഇതിൽ പെട്ടത് ഏതോ 2 പ്ലേയേഴ്സാണ്. ഞാൻ ഒന്നാമത് പഴയ പ്ലേയേഴ്സ് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കുള്ള ഈ ഫുട്ബോൾ കളിക്കലെന്നെ, മീൻസ് ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫേസ് കണ്ടാലൊന്നും കൺഫ്യൂഷനാണ്. ഞാൻ ജസ്റ്റ് പേരെടുത്ത് പറഞ്ഞിട്ട് പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും പ്രശ്നം. MFൽ പിന്നെ എൻ്റെ ഇതിലിപ്പോൾ എൻ്റെ സെക്കൻഡ് ഗോളിൽ ഇവണ്ട് എന്താ പറയുക, മറഡോണ ഉണ്ട്. പിന്നെ ഒരു MFൽ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടോ, നെയ്മർ ഉണ്ട്, മെസ്സി ഉണ്ട്, പിന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ക്ലൈവേർട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. CF പിന്നെ ഒന്ന് നല്ല റൺ ചെയ്യുന്ന പ്ലേയേഴ്സ്, ഒന്ന് ബാറ്റിസ്റ്റൂട്ട് അല്ലെങ്കിൽ ഫെർണാണ്ടോ ടോറസോ, ഹാളൻഡ്, എംബാപ്പെ അല്ലെങ്കിൽ റണ്ണിങ് പ്ലേയേഴ്സ് മസ്റ്റാണ്. പിന്നെ ഒരു CF കാര്യങ്ങളും ഇടാം. ഇതാണ് ഫോർമേഷന്. എന്തൊക്കെ റിവ്യൂ ചെയ്യാനാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഫോർമേഷൻ മനസ്സിലായല്ലോ, 4-2-2-2. പിന്നെ ഇതിൽ ഇങ്ങനെ പറയണതൊക്കെ ഉണ്ട്, എന്ത് ബോക്സ് ടു ബോക്സ്, ഒരു ഫുൾ ബാക്ക്, ആ സെറ്റപ്പിൽ പറയണതൊക്കെ ഉണ്ട്. ബട്ട് കുറേ പേര് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പ്ലേസ് ഞങ്ങൾക്കല്ല. അപ്പോൾ ജസ്റ്റ് ഫോർമേഷൻ കാണിക്കാൻ പോവുക. പിന്നെ കാണിച്ചതല്ലേന്ന് കരുതിയിട്ട് ജസ്റ്റ് സാധാരണ ആളുകളുടെ കയ്യിൽ ഇല്ല പ്ലേയേഴ്സിനെ വെച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സെൻറ്റർ ബാക്കിൽ വാൻഡേക്കായാലും ഡിലൈറ്റ് ആയാലും മീൻസ് അല്ല, ഞാൻ വെറുതെ എടുത്ത് പറയല്ല. സാധാരണ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസം സ്റ്റാർട്ട് ചെയ്ത യൂസറിൻ്റെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടാവും. അതാണ് സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്ത് ഞാൻ വെച്ചത്. പിന്നെ തന്നെ കുറേ എപ്പിക് പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കണ്ണുവേരൊക്കെ ഉണ്ട്, സെൻറ്റർ ബാക്ക് ആയിട്ട് കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ കഴിഞ്ഞ 10 വീഡിയോ ഇപ്പോൾ തന്നെ കുറേ ലെങ്ത്തായി, 4 മിനിറ്റ് വീഡിയോ ആയി. 10 വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്ലി കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരെ മെസ്സേജ് അയക്കുക. ബൈ, സൈനിങ് ഔട്ട്.